റിവേഴ്സ് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ ഒരു കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഡിവൈസിൽ നിന്ന് ടാർഗറ്റ് മെഷീനിലേക്കാണ് നമ്മൾ കണക്ഷൻ എടുക്കാറ്. ഓക്കെ, ഇങ്ങനെ കണക്ഷൻ എടുക്കുമ്പോൾ അവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. മെയിൻലി ഫയർവാൾ പോലെയുള്ള ഫിൽറ്ററിങ് പ്ലാറ്റ്ഫോമുകൾ, IDS, IPS ഇതൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുവഴി നമ്മൾ ഒരു സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഒരുപാട് തരം ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്. സോ നമുക്ക് ടാർഗറ്റിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് റിസ്ക് ആയിരിക്കും. നമ്മളൊരു അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് അവിടെ കയറുന്ന സമയത്ത് സെക്യൂരിറ്റി ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ എന്ത് ചെയ്യും? നമ്മളുടെ എന്തിന് കയറുന്നു, അതുപോലെ എന്താണ് ആവശ്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മളൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറുമ്പം സെക്യൂരിറ്റി കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കണക്ഷൻ എടുക്കാൻ കുറച്ച് റിസ്ക് ആണ്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങൾ ഏതെങ്കിലും വിധേന നിങ്ങൾ മതിൽ ചാടി ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് കയറി, അതിനുശേഷം നിങ്ങൾ അതുവഴി മെയിൻ ഗേറ്റിലൂടെ പുറത്തിറങ്ങുന്ന സമയത്ത് ഒരിക്കലും ഈ പറയുന്ന സെക്യൂരിറ്റിക്കാരൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കില്ല. അപ്പം അകത്ത് കയറുമ്പോഴാണ് സെക്യൂരിറ്റി ഉണ്ടാവുക, പുറത്ത് വരാൻ എന്തില്ല, സെക്യൂരിറ്റിൻ്റെ ഇഷ്യൂസ് ഒന്നും വരാറില്ല. അതേപോലെ തന്നെയാണ് സിസ്റ്റങ്ങളിലും. ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്ന കണക്ഷൻസിൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസിൽ വലിയ ഫിൽറ്ററിംഗ് ഒന്നുമില്ല. എന്നാൽ ഒരു സിസ്റ്റത്തിൻ്റെ അകത്തോട്ട് വരുന്ന കമ്മ്യൂണിക്കേഷൻസിലാണ് ഫിൽറ്ററിംഗ് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ നേരിട്ട് അങ്ങോട്ട് കണക്ഷൻ എടുക്കുന്നതിന് പകരം ആ സിസ്റ്റത്തിനെ കൊണ്ട് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ എടുപ്പിക്കുക. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിവേഴ്സ് ഷെൽ എന്ന് പറയുന്നത്. നമ്മൾ ഹാക്ക് ചെയ്യേണ്ട സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ ടാർഗറ്റ് സിസ്റ്റം. ഈ ടാർഗറ്റ് സിസ്റ്റത്തിനെ കൊണ്ട് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ എടുപ്പിക്കുക. അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ്, നമ്മൾ എന്തെങ്കിലും ഒരു വൾണറബിലിറ്റി മനസ്സിലാക്കിയിട്ട് ഒരു സ്ക്രിപ്റ്റ് അങ്ങോട്ട് അയച്ചു കൊടുക്കുന്നു. അവർ ആ സ്ക്രിപ്റ്റിൽ എന്താ ഉള്ളത്? നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ എടുക്കണം എന്നുള്ള ഒരു കൊറി ആയിരിക്കും അതിലുണ്ടാവുക. സോ ആ കൊറി ആ ടാർഗറ്റിൽ എങ്ങനെയെങ്കിലും റണ്ണായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ കിട്ടും. ഓക്കെ, അത് അവർ ചിലപ്പോൾ എന്തായിക്കൊള്ളുന്നില്ല, അവരുടെ ഫിൽറ്ററിങ് അല്ലെങ്കിൽ ഫയർവാൾ സിസ്റ്റം അത് മോണിറ്റർ ചെയ്തോളുന്നില്ല. അപ്പോൾ അതുവഴി അവരുടെ കമ്പ്യൂട്ടറിനെ കൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് തിരിച്ച് കണക്ഷൻ എടുപ്പിക്കുന്ന രീതിയാണ് റിവേഴ്സ് ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്? അവിടെ സെക്യൂരിറ്റി മെക്കാനിസംസ് ഒക്കെ കുറവായിരിക്കും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ പറ്റും. അവരുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു കണക്ഷൻ ഇങ്ങോട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതുവഴി ആ കണക്ഷൻ വഴി നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അവരുടെ കമ്പ്യൂട്ടറിലേക്ക് ആക്സസ് കിട്ടും, അവരുടെ കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യാൻ കഴിയും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അങ്ങോട്ട് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ, ആ സ്ക്രിപ്റ്റിൽ നമ്മൾ എഴുതി വെക്കും നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ IP ഇതാണ്, നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ പോർട്ട് ഇതാണ്. കാരണം തിരിച്ച് നമ്മൾ ഒരു കണക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പോർട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു IPയും പോർട്ടും സെറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ ആ മെഷീൻ എന്ത് ചെയ്യും? ആ സ്ക്രിപ്റ്റ് റൺ ആവും, തിരിച്ച് നമ്മളുടെ കമ്പ്യൂട്ടറിലെ ആ ഒരു പോർട്ടിലേക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് വരും. ആ IP അഡ്രസ്സ് പ്രകാരം നമ്മുടെ കമ്പ്യൂട്ടറിലേക്കും വരും. ആ പോർട്ട് പ്രകാരം നമ്മളുടെ ഷെല്ലിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ കിട്ടും. ഓക്കെ, ദെൻ അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ കമ്പ്യൂട്ടർ അതുവഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് റിവേഴ്സ് ഷെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ലാബ് ചെയ്യും. അതാണ് റൂട്ട് മീ എന്ന് പറയുന്ന ഒരു ലാബ്. ജസ്റ്റ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം? മെഷീൻ സ്റ്റാർട്ട് ചെയ്യാം. VPN കണക്ട് ചെയ്യാം. VPN കണക്റ്റഡായി. ദെൻ നമുക്കിവിടെ ടാസ്ക് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. മെഷീൻ ഡെപ്ലോയ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ഫസ്റ്റ് ടാസ്ക് ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണ്. എത്ര പോർട്ടുകളുണ്ട് എന്ന് നോക്കണം. ഓക്കെ, മെഷീൻ ലോഡ് ആവട്ടെ. ഓക്കെ, Nmap SV നമ്മളൊരു SV സ്കാൻ ചെയ്തു. ടാർഗറ്റിലേക്ക് ആദ്യം പിങ് ആവുന്നില്ലേ നോക്കണം.
കാരണം കൊണ്ട് VPN കണക്റ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ടിംഗ് ഉണ്ടോ നോക്കണം, ഇഷ്യൂസ് വല്ലതും. അവിടെ 2 പോർട്ട് ഓപ്പൺ ആണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ വന്നു. ദെൻ ഇവിടെ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, സ്കാൻ ദ മെഷീൻ ആൻഡ് ഹൗ മെനി പോർട്ട് ഓപ്പൺ. ഓക്കെ, 2 പോർട്ട് അവിടെ ഓപ്പൺ ആണ്. ദെൻ പിന്നെ ചോദിക്കുന്നുണ്ട് വാട്ട് വേർഷൻ ഓഫ് അപ്പാച്ചി ഈസ് റണ്ണിങ്. ദെൻ അവിടെ സർവീസ് വേർഷൻ കൂടി നമ്മൾ ചെയ്യണമായിരുന്നു. സർവീസ് വേർഷൻ അപ്പാച്ചിയുടെ ഏത് വെർഷനാണ്? 2.4 എന്നിവിടെ കാണുന്നുണ്ട്. ദെൻ 2.4 കംപ്ലീറ്റ് ഉണ്ട്, കംപ്ലീറ്റ് ആവശ്യമുണ്ട്. 2.4.41 2.4.41. ദെൻ വാട്ട് സർവീസ് റണ്ണിങ് അറ്റ് 22 ഏതാ റണ്ണിങ്? നമുക്കറിയാം SSH ആണ്. ദെൻ അവർ പറയുന്നുണ്ട് ഇവിടെ ഒരു ഹിഡൻ ഡയറക്ടറി ഉണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കണം. ഗോബസ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഒരു ഹിഡൻ ഡയറക്ടറി ഉണ്ട്, അത് കണ്ടുപിടിക്കണം. ഗോബസ്റ്റർ നമുക്ക് ഡെർബ് യൂസ് ചെയ്താലും മതി, DIRB. ദെൻ പാത്ത് IP എന്താണ്? പാത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ ഏതൊക്കെയോ ഹിഡൻ ഡയറക്ടറീസ് ഉണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ദെൻ ഹിഡൻ ഡയറക്ടറി കണ്ടുപിടിക്കുന്നതോടുകൂടി ഇവിടെ തീർന്നു. ദെൻ അടുത്ത സെക്ഷനിൽ നമുക്ക് ഫ്ലാഗ് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഹിഡൻ ഡയറക്ടറിയിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് ഒരു അപ്ലോഡ് പേജാണ്. ഓക്കെ, ഇവിടെ നമ്മൾ അപ്ലോഡിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരിക ഒരു അപ്ലോഡ് ഫയലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നമുക്ക് അറിയാലോ, ഒരു ഓൺലൈൻ പേജിലൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫയലുകൾ അപ്ലോഡ് ചെയ്യാം, DP ഒക്കെ അപ്ലോഡാണ് നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ ഒരു അപ്ലോഡ് സെക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ സാധാരണ രീതിയിൽ എന്താണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാറ്? നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് അവർ പറയുന്ന ഫയലാണ്. ഇമേജ് ആയിരിക്കാം, JPG ആയിരിക്കാം, JPEG ആയിരിക്കാം. അവർ പറയും ഇതാണ് ഇവിടെ വർക്ക് ആവുക എന്ന് അവർ പറയും. ആ ഫയലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. എന്നാൽ എവിടെയെങ്കിലും ഒരു അപ്ലോഡ് ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക, നമുക്ക് ചിലപ്പം അവിടെ മലീഷ്യസ് കോഡുകൾ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ആ മലീഷ്യസ് കോഡ് അവർ എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കുമല്ലോ. അവരുടെ കമ്പ്യൂട്ടറിൽ പോയിട്ട് അത് റൺ ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്ക് ആ കമ്പ്യൂട്ടറിൽ ഒരു ആക്സസ് കിട്ടും. ഓക്കെ, ഇതാണ് ഫയൽ അപ്ലോഡ് വൾനറബിലിറ്റി. ഇത് സത്യത്തിൽ വെബിലാണ് നടക്കുന്നത്, പക്ഷെ നമുക്ക് ഇവിടെ അതുവഴി ആക്സസ് കിട്ടുന്നതാണ്, മെഷീനിലേക്കല്ല ആക്സസ് കിട്ടുന്നത്. സോ നമുക്ക് ബാക്കി മെഷീൻ പെൻ ടെസ്റ്റിംഗ് അവിടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനൊരു മലീഷ്യസ് കോഡ് വേണം. അങ്ങനെ നമുക്ക് മലീഷ്യസ് കോഡ് തരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഏത്? PenTestMonkey എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, PenTestMonkey. ഓക്കെ, റിവേഴ്ഷ്യൽ ചീറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ ഇവിടെ ഒരുപാട് കോഡുകൾ നമുക്ക് തരുന്നുണ്ട്. എങ്ങനെയൊക്കെ പെൻ ടെസ്റ്റിംഗ് നടത്താം, റിവേഴ്ഷ്യൽ എടുക്കാം. റിവേഴ്ഷ്യൽ കിട്ടാനുള്ള എല്ലാ കോഡുകളും, ഏകദേശ കോഡുകളും ഈ പറയുന്ന പ്ലാറ്റ്ഫോമിലുണ്ട്. നമ്മൾ അതിന് താഴെ ഒരു GitHub പേജ് കൂടി കാണുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? ഇപ്പം നമുക്ക് വേണ്ടത് ഒരു PHP ആണ്. കാരണം നമ്മളുടെ ടാർഗറ്റ് എവിടെയാണ്? ഒരു വെബ് പേജിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വെബ് പേജിൽ വർക്കാവുന്ന ഒരു സ്ക്രിപ്റ്റ്. ഓക്കെ, റിവേഴ്ഷ്യലിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അവരുടെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ എന്തൊരു വൾനറബിലിറ്റി വേണം. ആ വൾനറബിലിറ്റി പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം? മലീഷ്യസ് കോഡ് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. ദെൻ ആ മലീഷ്യസ് കോഡ് എന്ത് ചെയ്യണം? അവർ റൺ ആക്കിയാലാണ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മലീഷ്യസ് കോഡ് റൺ ആവണം. അപ്പോൾ അവരുടെ ഒരു വൾനറബിലിറ്റി നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ വൾനറബിലിറ്റിയിൽ അത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് PHP ആണ്. കാരണം നമ്മൾ വെബിൽ വർക്ക് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഇത് PHP എന്ന് പറയുന്നത്. വെബിന്റെ ബാക്ക് എൻഡ് പ്രോസസ്സിംഗ് ലാംഗ്വേജ് ആണ്. ഓക്കെ, നമ്മൾ ബാക്ക് എൻഡ്സ് പ്രോസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് PHP. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോഡ് കിട്ടുന്നുണ്ട്, PHP റിവേഴ്ഷ്യൽ കോഡ്. ഓക്കെ, ദെൻ ഞാൻ ആ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഈ കോഡിൽ ഈ കാണുന്നതൊക്കെ കമന്റ് ആണ്. ഇതെന്താണ് ഈ മലീഷ്യസ് കോഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് ആവശ്യമില്ലെങ്കിൽ കളയാം. ഞാൻ ഇപ്പോൾ ഇവിടെ സ്ക്രീന് ഫുൾ ആയതുകൊണ്ട് ഞാനത് കളയുന്നു. ഇത് കളയണമെന്നില്ല, കാരണം അത് കമന്റ് ആയിട്ട് കിടക്കുകയാണ്. കാരണം
ഡബിൾ സ്ലാഷ് എല്ലാത്തിനും തുടക്കം കാണുന്നില്ലേ, അതിൻ്റെ അർത്ഥം അത് കമൻറ്റ് ചെയ്ത് കിടക്കുകയാണെന്നാണ്. അതവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വർക്ക് ആവില്ല. ഓക്കെ, അത് വർക്ക് ചെയ്യാതെ കിടക്കുകയാണ്. അപ്പോൾ ഇത് ആവശ്യമില്ലാത്ത ആ ഫയൽ ഞാൻ കളഞ്ഞു. അത് കളയണമെന്ന് നിർബന്ധമില്ല, ഞാനത് കളയുന്ന എന്തിനാന്ന് പറഞ്ഞാൽ അത് ആവശ്യമില്ലാതെ വെറുതെ കിടക്കുകയല്ലേ, നിങ്ങൾക്ക് സ്ക്രീനിൽ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതൊരു PHP കോഡാണ്, റിവേഴ്സൽ കിട്ടാനുള്ള കോഡാണ്. നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് റിവേഴ്സൽ കിട്ടാനുള്ള ഒരു കോഡാണ് ഈ കോഡ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഈ കോഡ് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ IP കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ IP സെറ്റ് ചെയ്ത് കൊടുക്കണം. എൻ്റെ IP എന്താണ്, ഞാനിപ്പോൾ VPN കണക്റ്റഡ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, VPN IP ആണ് ഇവിടെ കൊടുക്കേണ്ടത്. VPN കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് VPN IP ആണ്. നമ്മുടെ ഡിവൈസിൻ്റെ IP എന്ന് ചോദിച്ചാൽ VPN IP ആയിരിക്കും. ഞാൻ VPN IP അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അവിടെയുള്ള IP മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, VPN IP, കാരണം എൻ്റെ കമ്പ്യൂട്ടറിലേക്കാണ് കണക്ഷൻ കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ഡിവൈസിൻ്റെ IP കൊടുത്തു. പോർട്ട് ഇവിടെ അവർ യൂസ് ചെയ്തിരിക്കുന്ന 1 2 3 4 എന്നാണ്, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഓക്കെ, ഇപ്പോൾ ഞാൻ മാറ്റുന്നില്ല, പക്ഷെ അത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം മാറ്റിയിട്ടില്ല എന്നുള്ളത്. കാരണം നമുക്ക് പോർട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ആ പോർട്ട് ഓപ്പൺ ആക്കി വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇത്ര സെറ്റ് ചെയ്താൽ മതി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കോഡ് ഒരു ഫയലാക്കിയിട്ട് ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ ഡൗൺലോഡ്സിൽ ഈ ഒരു ഫയൽ ഞാൻ സേവ് ചെയ്യുന്നു. എന്തായിട്ട്, reverse.py. ഓക്കെ, reverse.py, സോറി PHP ഫയലല്ലേ, ഞാനത് സേവ് ചെയ്യുന്നു. ഇപ്പോൾ എന്തായി, .php ഫയൽ സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ നമ്മൾ ഇവിടെ കുറേ ഹിഡൻ ഡയറക്ടറി കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാക്കണം അപ്ലോഡ്സ്. ഇവിടെ കുറേ ഫോൾഡറുകളുണ്ട്. ഇതിൽ നമ്മൾ അപ്ലോഡ്സ് ഉപയോഗിക്കാൻ കാരണം ഇവിടെ ഒരു അപ്ലോഡ് ഡയറക്ടറി ഉണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കാണുക. ഓക്കെ, ഇനി വേറൊരു ഡയറക്ടറി കൂടി ഉണ്ടായിരുന്നു. എന്താണ്, അപ്ലോഡ് ഉണ്ടായിരുന്നു. ദെൻ പാനൽ ഉണ്ട്, നമുക്ക് പാനലിൽ പോയി നോക്കാം. ദെൻ പാനലിലാണ് ഞാൻ പറഞ്ഞ വൾണറബിലിറ്റി ഉള്ളത്. കണ്ടോ, ഫയൽ അപ്ലോഡ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഈ മലീഷ്യസ് കോഡ് നമ്മളിപ്പോൾ ഇവിടെ ഡൗൺലോഡ്സിൽ കൊണ്ടുവന്ന് വെച്ചില്ലേ, ആ മലീഷ്യസ് കോഡ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്തായാലും ഞാൻ കൊടുത്തത് reverse.php. ഞാൻ എന്ത് ചെയ്യുന്നു, അത് കൊടുക്കുന്നു. ദെൻ അത് അപ്ലോഡ് കൊടുക്കുന്നു. പക്ഷെ അവർ പറയുന്ന എന്താണ്, അപ്ലോഡ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം അപ്ലോഡ് എന്താണെന്ന്, PHP ഫയലുകളെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നവർ പറയുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, PHPക്ക് വേറെ എന്തെങ്കിലും എക്സ്റ്റൻഷൻസ് ഉണ്ടോ നോക്കുക. PHPക്ക് വേറെ എന്തെങ്കിലും എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യാറുണ്ടോ, PHPക്ക് പകരം. നമ്മൾ എപ്പോഴും കോമൺലി PHP ആണ് യൂസ് ചെയ്യാറ്. PHPക്ക് കോമൺ ആയിട്ട് വേറെ ഏതെങ്കിലും എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യുന്നുണ്ടോ നോക്കാം. സോ PHP വർക്ക് ആവില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, PHPക്ക് അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പകരം വെക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും എക്സ്റ്റൻഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്തു, സെർച്ച് ചെയ്തു. ദെൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവസാനം ഞാൻ ChatGPT തന്നെ ആശ്രയിക്കേണ്ടി വന്നു. ChatGPT എന്ത് ചെയ്തു, ഞാനത് ചോദിച്ചു, ലിസ്റ്റ് ഓഫ് ഓൾ അൾട്ടർനേറ്റീവ് എക്സ്റ്റൻഷൻ ഫോർ PHP. ദെൻ PHPക്ക് പകരം .php എന്ന ഫയലിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ .php5 .php HTML എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറേ അൾട്ടർനേറ്റീവ്സ് കാണിക്കുന്നുണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫയൽ നെയിമുകൾ ഇതെല്ലാം മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കുക. ഈ എക്സ്റ്റൻഷൻസിലേക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ആ ഫയൽ നെയിം ക്രിയേറ്റ് ചെയ്ത് ഏതാണോ അവിടെ അപ്ലോഡ് ആവുന്നത് അതാണ് നമ്മൾ എന്ത് ചെയ്യണത്, അവിടെ ടാർഗറ്റിൽ എത്തുക. ആ ഫയൽ പിന്നെ റൺ ചെയ്താൽ എന്താവും, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് റിവേഴ്സൽ കിട്ടണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, എല്ലാ എക്സ്റ്റൻഷൻസും നോക്കി. ദെൻ അതിൽ ഏറ്റവും സപ്പോർട്ടായി എനിക്ക് തോന്നി സപ്പോർട്ട് ആവുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ .phtml. ഈ എക്സ്റ്റൻഷൻ എന്തിന് തുല്യമാണ്, .phpക്ക് തുല്യമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ നെയിം ഞാൻ മാറ്റി. ഞാൻ എന്തായിരുന്നു, reverse.html എന്നുള്ള എൻ്റെ ഫയൽ, reverse.php എന്ന ഫയൽ ഞാൻ എന്താക്കി മാറ്റി, reverse.phtml എന്നാക്കി. reverse.phtml. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, ആ ഫയൽ വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കി. ഓക്കെ, ഇവിടെ ആയിരുന്നല്ലോ അപ്ലോഡ്. ഞാൻ എന്ത് ചെയ്തു, ഫയൽ എടുത്തു. reverse.phtml. ഓക്കെ, reverse.phtml ഞാൻ കൊടുത്തപ്പോൾ അതെന്തായി, അപ്ലോഡായി. ഓക്കെ, ഇപ്പോൾ എൻ്റെ മലീഷ്യസ് കോഡ് എവിടെ എത്തി,
ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഫയൽ നമുക്ക് കാണാൻ പറ്റും എവിടെ? നമ്മൾ നേരത്തെ ഒരു ലൊക്കേഷൻ നമുക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നമുക്ക് ഹിഡൻ അപ്ലോഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അവിടെ അപ്ലോഡ് ചെയ്ത ഫയലോടെ കാണാൻ പറ്റും. reverse.php. ഓക്കെ, ഇനി ഒരു പക്ഷേ ഇങ്ങനൊരു പാത്ത് നമുക്ക് കാണാൻ സാധിച്ചില്ലെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്? അവർ ആ ഫയൽ ഓപ്പൺ ആക്കുന്നത് വരെ. അപ്പോൾ അവർ ആ ഫയൽ ഓപ്പൺ ആക്കിയാൽ എന്ത് സംഭവിക്കണം? നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് എന്ത് കിട്ടണം? കണക്ഷൻ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്യണം. അതെങ്ങനെ ചെയ്യാം? നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടെർമിനൽ ഓപ്പൺ ആക്കി വെക്കുന്നു. ഓക്കെ, ഞാനിവിടെ ഒരു ടെർമിനൽ ഓപ്പൺ ആക്കി വെക്കാം. ദെൻ nc -lnvp പോർട്ട് നമ്പർ അവിടെ നമ്മൾ എത്ര കൊടുത്തത്? 1234 ആയിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം എന്താ സംഭവിച്ചത്? ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ലിസൺ ചെയ്ത് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ പോർട്ട് 1234 ഞാൻ ഓപ്പൺ ആക്കി അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇനി അവരെന്ത് ചെയ്യുന്നു? ആ ഫയൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി എനിക്ക് എന്ത് കിട്ടും? ഇവിടെയാണ് ഷെല്ല് കിട്ടുക. ഓക്കെ, ഇതിന് നമുക്ക് മെറ്റാസ്പ്ലോയിറ്റബിളിൽ നമുക്കൊരു മൊഡ്യൂൾ ഉണ്ട്, അത് യൂസ് ചെയ്യാം. അത് നമ്മൾ പിന്നീട് യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നമുക്ക് നേരിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ nc എന്ന് പറഞ്ഞാൽ നെറ്റ്കാറ്റ് -lnvp 1234 എന്ന് കൊടുത്തിട്ട് നിൽക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ആ ഫയൽ ഇതുണ്ടല്ലോ, ഇത് റൺ ചെയ്യാം. ഇതൊന്നില്ലെങ്കിൽ അവർ ക്ലിക്ക് ചെയ്തിട്ട് റൺ ആവണം, അല്ലെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫയൽ റൺ ആവണം. ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫയൽ റണ്ണായി നമുക്ക് എന്ത് കിട്ടി? ഷെല്ല് കിട്ടി. അവരുടെ ഷെല്ല് നമുക്ക് കിട്ടി. ഇതാണ് റിവേഴ്സ് ഷെൽ. ആ കമ്പ്യൂട്ടർ ഇപ്പം എന്ത് ചെയ്തു? ടാർഗറ്റിൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന്, നമ്മൾ ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ഈ റൂട്ട് മീ എന്ന് പറയുന്ന ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ എടുത്തു. എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ഷൻ എടുത്തു. ഇപ്പോൾ ആ കണക്ഷൻ എവിടെയുണ്ട്? നമ്മളുടെ കയ്യിലുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ എവിടെ എത്തി? അവരുടെ മെഷീനിലെത്തി. ഓക്കെ, പൂവാമായി. ഓക്കെ, www ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോഴും ഹാക്ക് ചെയ്തിരിക്കുന്ന അവരുടെ മെഷീനിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ അവരുടെ വെബ് സിസ്റ്റമാണ് ഹാക്ക് ചെയ്തിട്ടുണ്ടാവുക. നമുക്കതിൻ്റെ ലൊക്കേഷൻസ് നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവരുടെ മെഷീനിലേക്ക് ആക്സസ് എടുത്തു. സോ എക്സ്പ്ലോയിറ്റേഷൻ കംപ്ലീറ്റ് ആയി. ഇനി എക്സ്പ്ലോയിറ്റേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് നോക്കുന്നത്? നമുക്ക് പ്രിവിലേജ് എസ്കലേഷൻ നോക്കണം, ഡയറക്ടറി ട്രാവേഴ്സൽ നോക്കണം. അങ്ങനെ ഒരുപാട് ടാസ്കുകളുണ്ട്. നമുക്കിവിടെ ഇവിടെ എന്തൊക്കെ കണ്ടന്റുകൾ ഉണ്ട് നോക്കാം. സോ ഇവിടെ നോർമൽ ഒരുപാട് ഫോൾഡറുകളും കാര്യങ്ങളും ഉണ്ട്. നോർമൽ ഒരു കമ്പ്യൂട്ടറിൽ കാണുന്ന സിസ്റ്റംസ് ഫയലുകൾ മൊത്തം ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഇൻട്രാക്റ്റീവ് ഷെല്ല് കിട്ടണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും പൈത്തൺ. സോ ഓക്കെ, ആദ്യം നമ്മൾ പൈത്തൻ്റെ വേർഷൻ ഏതാണെന്ന് അറിയണം. പൈത്തൺ വേർഷൻ. ഓക്കെ, പൈത്തൺ 2 ആണ്. അപ്പോൾ നമുക്ക് പൈത്തൺ എന്ന് കൊടുത്താൽ തന്നെ മതി. പൈത്തൺ -c import -c കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ കോട്ട് കൊടുക്കാം. import pty pty.spawn ബ്രാക്കറ്റിൽ /bin/bash എന്ന് കൊടുക്കുക. ദെൻ ഈ ലൈന് നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക. മേ ബി നമുക്ക് സെമിക്കോളൻ ആവശ്യം വരും, അല്ലെങ്കിൽ നമുക്കത് ആവശ്യം വരില്ല. ഓക്കെ, ഞാൻ Ctrl+C വെച്ചു, എൻ്റർ അടിച്ചു. ഓക്കെ, സെമിക്കോളൻ ആവശ്യമായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒന്നുകൂടി കൊടുത്തു. ഇവിടെ ഇത് ക്ലോസ് ചെയ്യാനുണ്ടായിരുന്നു. ഇമ്പോർട്ട് pty. ഓക്കെ, ഇവിടെ അത് ക്ലോസ് ചെയ്യണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ദെൻ ആ സിംഗിൾ കോട്ട് ആദ്യം ക്ലോസ് ചെയ്യണം, അതിനുശേഷം സെമിക്കോളൻ. ഓക്കെ, ഇപ്പം നമുക്ക് എന്തായി? ഇൻട്രാക്റ്റീവ് ഷെല്ല് കിട്ടി. ഓക്കെ, എപ്പോഴും നമ്മൾ ഈ ഒരു കമാൻഡാണ് കൊടുക്കുന്നത്. ഏതൊരു ഷെല്ല് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് വേണം? ഒരു ഇൻട്രാക്റ്റീവ് ഷെല്ല് കിട്ടണം. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന കമാൻഡാണ് അത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇൻട്രാക്റ്റീവ് ഷെല്ല് കിട്ടി. പൈത്തൻ്റെ വേർഷൻ എന്തിനാണ് നോക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സപ്പോസ് പൈത്തൺ 3 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കേണ്ടി വരും? പൈത്തൺ 3 എന്ന് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം അത് നോക്കുക, പൈത്തൻ്റെ വേർഷൻ ഏതാണ് യൂസ് ചെയ്യുന്നത് നോക്കുക. ദെൻ നമുക്ക് എന്ത് ചെയ്തു? ഇൻട്രാക്റ്റീവ് ഷെല്ല് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ശരിക്കും നമ്മൾ അവരുടെ എല്ലാ ഫോൾഡറുകളും തുറന്നു നോക്കണം എന്നുള്ളതാണ്. അപ്പോഴാണ് ഡയറക്ടറി ട്രാവേഴ്സൽ നടക്കുന്നത്. ഓക്കെ, നമ്മൾ നോർമലി എന്ത് ചെയ്യണം? അവരുടെ ഫോൾഡറുകളെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കുക, എന്തൊക്കെ ഫോൾഡറുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? cd www ദെൻ ls അടിക്കുമ്പോൾ അവിടെ user.txt
ചെയ്യേണ്ടത്. അത് നമുക്കിവിടെ ഫ്ലാഗ് ആയിട്ട് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ ടൈമിൽ നമ്മൾ തപ്പി കണ്ടുപിടിക്കണം ഓരോന്നോരോന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഫ്ലാഗ് കിട്ടുന്നുണ്ട്. ഈ ഫ്ലാഗ് ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യനിലാണ്. ക്വസ്റ്റ്യനിൽ ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞു പോയി. ഇവിടെ ഏതൊക്കെ ഉണ്ടായിരുന്നു? ഇവിടെ തൊട്ട് മുന്നേ ഇവിടെ ഏതൊക്കെ ഫോൾഡർ ഉണ്ടെന്നായി ചോദിച്ചായിരുന്നു. ഒന്നില്ലെങ്കിൽ അപ്ലോഡ്സ്, ഹിഡൻ ഡയറക്ടറി, അല്ലെങ്കിൽ പാനൽ. ഓക്കെ, പാനൽ 2 ഫോൾഡർ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഡയറക്ടറി ട്രാവൽസ് നടത്തിയപ്പോൾ. ദെൻ ഗെറ്റിംഗ് ഷെല്ല് നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് യൂസർ ഡോട്ട് txt കിട്ടി. ഓക്കെ, അപ്പോൾ അതും കംപ്ലീറ്റ് ആയി. ദെൻ പ്രിവിലേജ് എസ്കലേഷൻ, നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പ്രിവിലേജ് എസ്കലേഷൻ ആണ്. ദെൻ അവർ ഹിന്റ് തന്നിട്ടുണ്ട് എങ്ങനെയാണ് പ്രിവിലേജ് എസ്കലേഷൻ നടത്തേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഡയറക്ടറി ട്രാവൽസിൽ നമ്മൾ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. ശരിക്കും നമ്മൾ എല്ലാ ഫോൾഡറും തുറന്നു നോക്കണം. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ട് നമ്മളിനി VMI, ഇപ്പോഴും നമ്മൾ മെഷീനിലാണ് നിൽക്കുന്നത്. നമുക്ക് ആരാണ്? അഡ്മിനിസ്ട്രേറ്റർ ആവണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇനി നോക്കേണ്ടത് നമ്മൾ ശരിക്കും നോക്കും ETC പാസ്വേഡ് ഒക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവിടെയൊക്കെ എന്താ ഉണ്ടാവുക, യൂസേഴ്സ് ഇൻഫർമേഷൻ ആണ്. ഇതൊക്കെ നമ്മൾ പ്രിവിലേജ് എസ്കലേഷൻ്റെ ഭാഗമാണ്. വേറെ ഏതെങ്കിലും യൂസേഴ്സ് ഇവിടെ ഉണ്ടോ? ഓക്കെ, ഇവിടെ റൂട്ട് മീ എന്ന് പറയുന്ന ഒരു യൂസർ ഉണ്ട്. ദെൻ ഇവിടെ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. അങ്ങനെ കുറേ ഇൻഫർമേഷൻ നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ അതിലേക്കൊന്നും നോക്കാം, അത് അഡ്മിനിസ്ട്രേറ്റർ ആവാൻ പറ്റുമോ എന്നാണ്. നമ്മൾ പ്രിവിലേജ് കൂട്ടാൻ പറ്റുമോ നോക്കുന്നത്. പ്രിവിലേജ് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതിൽ നമുക്ക് ഇൻസ്റ്റാൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സുഡോ വെച്ച് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ഒന്നും പോസിബിൾ ആവില്ല. ഓക്കെ, നമുക്ക് അവിടെ എന്ത് വേണം, പാസ്വേഡും കാര്യങ്ങളും വേണം. ഓക്കെ, നമുക്കിവിടെ പാസ്വേഡ് കൊടുത്താലല്ലേ നമുക്കിവിടെ എന്താ പറ്റുള്ളൂ, ഈ പറയുന്ന പോലെ അഡ്മിനിസ്ട്രേറ്റർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കത് പാസ്വേഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്കത് പോസിബിൾ അല്ല. എന്നാൽ റൂട്ട് ആയി കഴിഞ്ഞാലോ നമുക്കിത് ഇൻസ്റ്റാളേഷൻ പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് റൂട്ട് ആവാൻ പറ്റുമോ നോക്കണം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ ആവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രിവിലേജ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ റിസോഴ്സിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ പ്രിവിലേജ് കൂട്ടണം. ഓക്കെ, നമ്മളുടെ പ്രിവിലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസോഴ്സിന്റെ മേലുള്ള പവർ. എല്ലാ ഫയലുകളും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ സ്ലാഷ് റൂട്ടിലേക്ക് കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ സ്ലാഷ് റൂട്ടിൽ ഒരു ഫയലിലേക്ക് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടേക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം അതുകൊണ്ടാണ്, അതൊക്കെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ഫയലുകളാണ്. അവിടേക്കൊന്നും എന്തില്ല, നമുക്ക് ആക്സസ് ഇല്ല. ഓക്കെ, നമുക്ക് അങ്ങോട്ടൊന്നും ആ ഒരു ലൊക്കേഷനിലേക്കൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. cd/ ഓക്കെ, ദെൻ cd root പെർമിഷൻ തന്നെയാണ്. നമുക്ക് എന്താ റൂട്ട് ഡയറക്ടറി ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് എന്ത് ചെയ്യണം, പ്രിവിലേജ് എസ്കലേഷൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറഞ്ഞതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ പ്രിവിലേജ് മാറ്റണം. ഓക്കെ, പ്രിവിലേജ് എസ്കലേഷൻ 2 രീതിയിലുണ്ട്. ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ, അതുപോലെ വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ. ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സെയിം ലെവലിലുള്ള ആളുകളിലേക്ക് മാറ്റും. ഓക്കെ, ഒരു ക്ലാസ്സിൽ A, B, C എന്ന് പറയുന്ന സ്റ്റുഡൻറ്റുകൾ ഉണ്ടെങ്കിൽ A എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് എന്തായിട്ട് മാറാം, ബിന്റെ ആക്സസ് എടുക്കുക, ബിന്റെ ഡാറ്റകളൊക്കെ കാണാൻ പറ്റുക, അല്ലെങ്കിൽ സിന്റെ ഡാറ്റകളൊക്കെ കാണാൻ പറ്റുക. അപ്പോൾ സെയിം ലെവലിലുള്ള സ്റ്റുഡൻറ്റുകളാണ്, അപ്പോൾ സെയിം ലെവലിലുള്ള ഡാറ്റകൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോലെ സെയിം ലെവലിലുള്ള ആളുകളുടെ ഡാറ്റ എടുക്കുന്നതാണ് ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് എനോ ബിയോ സിയോ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് സാറിന്റെ ആക്സസിലുള്ള ഡാറ്റകൾ കാണാം, സാറിന് മാത്രം കാണാൻ പറ്റുന്ന ഡാറ്റകൾ കാണാം. അതെന്താണ്, വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിന്റെ റൂട്ട് ആക്സസ് എടുക്കുന്നത് എന്താണ്, വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ ആണ്. നമ്മളൊരു കമ്പ്യൂട്ടറിൽ നമ്മളുടെ തന്നെ ലെവലിലുള്ള ആൾക്കാരുടെ പ്രിവിലേജ് എടുക്കുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ആ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിവിലേജ് എസ്കലേഷൻ നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ പ്രിവിലേജ് എസ്കലേഷൻ 2 രീതിയിൽ നടത്താം. അപ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ്, വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യാം. അത് ഏത് രീതിയിൽ വേണമെന്നുള്ള ഹിന്റ് അവർ നമുക്ക് തന്നിട്ടുണ്ട്, SUID ബൈനറീസ്. ഓക്കെ, അപ്പോൾ SUID ബൈനറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫയലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ ഫയലുകൾ അഡ്മിന് മാത്രം റൺ ചെയ്യാൻ പറ്റുന്ന ഫയലുകളാണ് ഈ പറയുന്ന SUID, സെറ്റ് യൂസർ ID ഫയൽസ് എന്ന് പറയും. ഓക്കെ, ഈ ഫയലുകളുടെ പ്രത്യേകത, ഈ ഫയലുകൾ ആർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്മിന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ റൂട്ടിന് മാത്രം ആക്സസ് ഉള്ള, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ യൂസറിന് മാത്രം ആക്സസ് ഉള്ള ഫയലാണ് ഈ ഫയലുകൾ. ഓക്കെ, അതെപ്പോഴും സൂപ്പർ യൂസർ ആയിരിക്കും. ദെൻ
ആ യൂസറിന് അവൈലബിൾ ആയുള്ള ഫയലുകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കമാൻഡ് കൊടുക്കുന്നത്. ഈ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ജസ്റ്റ് ഈ കമാൻഡ് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. ദെൻ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ടെർമിനലിൽ നമ്മളുടെ ആ മെഷീനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന രീതിയിലുള്ള ഫയലുകൾ മൊത്തം നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അഡ്മിന് മാത്രം ആക്സസ് ഉള്ള കുറച്ച് ഫയലുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അഡ്മിന് മാത്രം റൺ ചെയ്യാൻ പറ്റുന്ന ചില ഫയലുകൾ എന്താണ്, ഈ ഫയലുകളുടെ പ്രത്യേകത, ഈ ഫയലുകൾ എങ്ങനെയെങ്കിലും നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം നമ്മൾ ആരായിട്ട് കണക്കാക്കും, അഡ്മിനായിട്ട് കണക്കാക്കും, നമുക്ക് അഡ്മിൻ ഷെല്ല് തരും. പറഞ്ഞ് മനസ്സിലാവുന്നില്ല? നമ്മൾ ഈ ഫയലുകൾ ഒരിക്കലും അഡ്മിന് മാത്രം റൺ ചെയ്യാൻ പറ്റുന്ന ഫയലുകളാണ്. ഈ ഫയലുകൾ നമുക്ക് റൺ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ആരായിട്ട് കണക്കാക്കും, സിസ്റ്റം അഡ്മിനായിട്ട് കണക്കാക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അതാണ് നോക്കുന്നത്, ഈ ഫയലുകൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റുമോ. അതിന് നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ ഫയലുകളൊക്കെ എങ്ങനെ റൺ ചെയ്യാം എന്ന് നമ്മളെ പഠിപ്പിച്ച് തരുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതാണ് GT4Beans എന്ന് പറയും. ഓക്കെ, GT4Beans. ഓക്കെ, GT4Beans എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ തന്നെ നിങ്ങൾ ആദ്യം കാണുന്ന വെബ്സൈറ്റിന് GT4Beans. ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. നമുക്ക് കിട്ടിയിരിക്കുന്ന ആ SUID ബൈനറി ഫയലുകൾ ഉണ്ടല്ലോ, ഇതൊക്കെ സെറ്റ് യൂസർ ID. ഇതൊരു സ്പെഷ്യൽ പെർമിഷൻ ആണ് കേട്ടോ. ചില ഫയലുകൾക്ക് നമ്മൾ പഠിച്ചിരിക്കുന്ന പെർമിഷൻസ് ഏതൊക്കെയാണ്, റീഡ്, റൈറ്റ്, എക്സിക്യൂട്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നത് സ്പെഷ്യൽ പെർമിഷൻ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു, അതാണ് സെറ്റ് യൂസർ ID. അതേപോലെ സെറ്റ് ഗ്രൂപ്പ് ID ഉണ്ട്, SGID. ഒരു ഗ്രൂപ്പിന് മാത്രം റൺ ചെയ്യാൻ പറ്റുന്ന ഫയലുകളെ സെറ്റ് ഗ്രൂപ്പ് ID എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യും. ഇവിടെ ഒരു യൂസറിന് മാത്രം റൺ ചെയ്യാൻ പറ്റുന്ന ഫയലുകളെ സെറ്റ് യൂസർ ID, SUID എന്ന് പറയും. SUID ഉണ്ട്, SGID ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇത് ആ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെർച്ച്, ഇവിടെ ഫൈൻഡ് അല്ല, നേരെ ഫൈൻഡിലേക്ക് വന്നത്, നേരെ ഇതിൻ്റെ ഫസ്റ്റ് സൈറ്റ് GT4Beans ഹോം പേജിലേക്കാണ് പോകേണ്ടത്. ഹോം പേജ്, GT4Beans ഫസ്റ്റ് പേജ്, ഹോം പേജ്. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയിരിക്കുന്ന SUID ബൈനറീസിന്റെ അവസാനം നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിന് സിമിലർ ആയിട്ടുള്ള കോഡ് ഉണ്ട്, മൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യാം, മൗണ്ട് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സുഡോ കോഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സുഡോ കോഡ് കിട്ടും. ഈ കോഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ചെയ്ത് നോക്കുക. മാനുവലി നമ്മൾ എന്ത് ചെയ്യുക, ഇതെല്ലാം ചെയ്ത് നോക്കുക. എന്ത് ചെയ്യുന്നു, ഇതെടുത്തു. ഓക്കെ, പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സുഡോ ഉണ്ടെങ്കിൽ പാസ്വേഡ് ചോദിക്കുമല്ലോ, അപ്പോൾ നമുക്ക് പാസ്വേഡ് ഒഴിവാക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, സുഡോ ഇല്ലാതെ അത് ഒന്ന് കൊടുത്തു നോക്കുക. തെറ്റായ പാസ്വേഡ് കൊടുത്തു. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, അതിൽ സുഡോ മാത്രം കളഞ്ഞിട്ട് ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്തത് എടുക്കുന്നു, മൗണ്ടിന് ഇഷ്യൂ വന്നു. എങ്കിലും ഒന്ന് കൊടുത്തു നോക്കാം. മൗണ്ട് എന്നുള്ളത് കാര്യം നമ്മൾ റൺ ചെയ്യുമ്പോൾ എന്താവുന്നുണ്ട്, ഇഷ്യൂ ആവുന്നുണ്ട്. മൗണ്ട്. ഓക്കെ, ദെൻ വാമായി നമ്മളാരായിട്ടാണ് യൂസറായിട്ടാണ് നിൽക്കുന്നത്. ആ ഫയൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റിയില്ല, കുഴപ്പമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്തത് എടുത്ത് നോക്കുന്നു. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളിത് മാനുവലി ഓരോന്ന് ഇവിടെ കാണുന്ന ഓരോ SUID ബൈനറി ഫയലുകളും നമ്മൾ ചെക്ക് ചെയ്യാം. ഇവിടെ കിടക്ക് കുറേ കാണുന്നുണ്ട്, കണ്ടോ, ഇവിടെയും കുറേ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. ഇതൊക്കെ സപ്പോർട്ടീവ് ആണോ എന്നുള്ളത്, ഇതൊക്കെ വർക്ക് ആവുമോ എന്നുള്ളത് നോക്കണം. കാരണം ഇത് ഈ രീതിയിലൊക്കെ നമുക്ക് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. ദെൻ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചുകൂടി പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെയും കുറേ കാണുന്നുണ്ട്. ദെൻ ഇത് ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏതെങ്കിലും വഴി SUID ബൈനറി വഴി നമുക്ക് എന്തെങ്കിലും എക്സ്പ്ലോയിറ്റേഷൻ കിട്ടുന്നുണ്ടോ. ദെൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പൈത്തൺ എന്ന് കാണുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ GT4Beans ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
പൈത്തൺ എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സുഡോ എന്നുള്ളത് കാണാൻ പറ്റും. സുഡോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തൊട്ട് മുന്നേ ഉള്ള ഈ ഒരു കോഡ് സുഡോ അല്ലെങ്കിൽ SUID, ഇതിൽ ഏതെങ്കിലും ഒരു കോഡ് എടുക്കുക. ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനുള്ളതാണ്. ദെൻ ഈ കോഡ് പ്രകാരം ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കാം. കാരണം നമ്മളിവിടെ പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ട്. പൈത്തൺ നമ്മളുടെ കമ്പ്യൂട്ടറിൽ വർക്ക് ആവും നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഈ വഴി ചെക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, ആ കോഡ് കോപ്പി ചെയ്തു. ഈ കമാൻഡ് എന്തിനാണ്, ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പൈത്തൺ ഇതിൽ ഇൻസ്റ്റാൾഡ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് കേട്ടോ, -m എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ഇനി ഈ കമാൻഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അവിടെ കാണിച്ചെന്ന കമാൻഡ് റൺ ചെയ്തു. നമ്മളിപ്പോൾ ആരായിട്ട് മാറി, അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറി. ദെൻ നമുക്കിനി /bin/ നമ്മൾ www ഡാറ്റ എന്നായിരുന്നു, അവിടെ നമ്മൾ എങ്ങോട്ട് മാറി, നേരെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് മാറി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ റൂട്ട് ഡയറക്ടറി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് അവിടെയുള്ള ഫൈനൽ ഫ്ലാഗ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും, root.txt. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് നമ്മൾ റൂട്ടായത്, പ്രിവിലേജ് എസ്കലേഷൻ നടത്തിയത് എങ്ങനെയാണ്, SUID ബൈനറീസ് യൂസ് ചെയ്തിട്ട്. എന്താണ് SUID ബൈനറീസ്? സെറ്റ് യൂസർ ID, അഡ്മിന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ യൂസറിന് മാത്രം റൺ ചെയ്യാൻ പറ്റുന്ന ഫയലുകളാണ് SUID ബൈനറീസ്. ഈ ഫയലുകൾ മറ്റൊരാൾക്ക് റൺ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് എങ്ങനെ റൺ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് GTForbins കിട്ടിയത്. അത് നമുക്ക് സക്സസ് ആയാൽ നമുക്ക് എന്തായിട്ട് മാറും, ആ യൂസർ ആരാണ്, ആ ഫയലിന് ഏത് യൂസറാണോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ യൂസറിന്റെ ഒറിജിനൽ ഓണർ ആരാണോ, പെർമിഷൻസ് ഉള്ളത് ആർക്കാണോ, അയാളായിട്ട് നമ്മൾ മാറും. ഓക്കെ, അപ്പോൾ ആ ഫയൽ നമുക്ക് റൺ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ റൺ ചെയ്യാന്നുള്ള കമാൻഡ്സുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. ഞാനിവിടെ ഡയറക്റ്റ് ഇതെടുത്തു. അങ്ങനെയല്ല, നമ്മൾ ആ SUID ബൈനറീസ് സെർച്ച് ചെയ്യാൻ ഒരു കമാൻഡ് നേരത്തെ കണ്ടില്ലേ, ആ കമാൻഡ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരുന്ന എല്ലാത്തിലും ചെക്ക് ചെയ്ത് നോക്കാം. അതിൽ ഏതെങ്കിലും ഒന്നിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതേപോലെ എന്തെങ്കിലും വൾനറബിലിറ്റി ഉണ്ടാകാം. ഓക്കെ, ദെൻ നമ്മളുടെ ഫൈനൽ ഫ്ലാഗും